അവണി ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകാനും ഒപ്പം തന്നെ കൂടിയാലോചനകൾ നടത്താനുമാണ് നാളെ സർവകക്ഷി യോഗം കേന്ദ്ര സർക്കാർ വിളിച്ചിരിക്കുന്നത്. നാളെ 11 മണിക്കാണ് യോഗം ചേരുന്നതെന്ന് മനസ്സിലാക്കുന്നു. പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ ചിലപ്പോൾ മാറ്റമുണ്ടായേക്കാം അതിൽ. എങ്കിലും നിലവിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. നാളെ ആ യോഗത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒപ്പം കേന്ദ്രമന്ത്രിയായ കിരൺ റിജിജുവുമാണ്. ഇതിൽ പ്രധാനമായും നാളത്തെ യോഗത്തിൽ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നതുകൊണ്ട് സർക്കാർ എന്താണ് ലക്ഷ്യം വെച്ചത്, ഒപ്പം ഈ ഓപ്പറേഷൻ നടപ്പിലാക്കിയ രീതി അത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിശദീകരണം നാളെ ഈ യോഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഈ യോഗത്തിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ് നിലവിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയ ഒരു സാഹചര്യം. ഈ നിർണായക ഘട്ടത്തിൽ രാജ്യത്തിന്റെ ഐക്യം അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക, ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെയും എല്ലാം തന്നെ ഐക്യമുണ്ട് എന്നത് ഉറപ്പുവരുത്തുക എന്നതുകൂടിയാണ് നാളത്തെ യോഗത്തിന്റെ ലക്ഷ്യം. ഒപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ മുമ്പ് ഈ അതായത് ഇത്തരത്തിൽ പഹൽഗാം ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ സമാനമായ ഒരു യോഗം വിളിച്ചിരുന്നു. അന്ന് പ്രധാനമന്ത്രി നേരിട്ട് എത്തണം, ഈ യോഗത്തിന് എത്തണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ അന്നും പ്രധാനമന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഈ അന്നത്തെ യോഗത്തിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് കൃത്യമായും വ്യക്തതയോടുകൂടി പാകിസ്ഥാന് ഇത് സംബന്ധിച്ച് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടൊരു മറുപടി അത് കൃത്യമായി പാകിസ്ഥാന് നൽകണം എന്നുള്ള ആവശ്യമാണ് അന്ന് പ്രതിപക്ഷം ആ യോഗത്തിൽ മുന്നോട്ട് വച്ചിരുന്നത്. ഭീകരർക്കെതിരായ സർക്കാർ നിലപാട് അത് എന്ത് തന്നെയായാലും അത് ഒറ്റക്കെട്ടായി പ്രതിപക്ഷം സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അന്ന് ആ യോഗത്തിൽ എടുത്ത നിലപാട്. ഒരുപക്ഷെ ഇന്ന് അതുകൊണ്ട് തന്നെ ഈ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയപ്പോൾ അതിൽ സന്തോഷം എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. എന്തായാലും നാളെ 11 മണിക്കാണ് ഈ യോഗം ചേരുന്നത്. നിർദ്ദേശങ്ങൾ പ്രതിപക്ഷത്തിന് കൂടി മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു വേദി അത് തന്നെയാണ് ഇപ്പോൾ ഒരുക്കുന്നത്. തുടർ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകണം. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് അവസാനിപ്പിക്കരുത്, കൃത്യമായി പാകിസ്ഥാന് മറുപടി നൽകേണ്ടതുണ്ട്. ആ തുടർ നടപടികളുമായി മുന്നോട്ട് പോകണം. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നമുക്കറിയാവുന്നതുപോലെ നിരപരാധികളായ നിരവധി പേർ കൊല്ലപ്പെട്ട ഒരു ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ ആ ആക്രമണത്തിന് പിന്നിലുള്ള ഭീകരരെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവരെ ശിക്ഷിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ആവശ്യം നാളെയും ഉയരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഇന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ പ്രതിപക്ഷം സേനയെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തിയിരുന്നു. നാളത്തെ യോഗത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയും ഒപ്പം മല്ലികാർജുൻ ഖർഗെയും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ ഒരു യോഗം ചേരുന്നുണ്ട് ഖർഗെയുടെ നേതൃത്വത്തിൽ. ആ യോഗത്തിൽ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾ അതെല്ലാം കൃത്യമായി നാളെ ഖർഗെ ഈ യോഗത്തിൽ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ഈ ഭീകരാക്രമണത്തിന് ഇരയായവരെ രാഹുൽ ഗാന്ധി നേരിട്ട് കണ്ടിരുന്നു. അവരിൽ നിന്ന് അവർക്ക് പറയാനുള്ളതെല്ലാം രാഹുൽ ഗാന്ധി കേട്ടിരുന്നു. അവരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ അടക്കം നാളെ യോഗത്തിൽ അറിയിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാക് പ്രകോപനം അത് തുടരുക തന്നെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവന്ന ദൃശ്യങ്ങളിലടക്കം ഈ ഭീകരാക്രമണത്തിൽ അല്ലെങ്കിൽ ഈ ആശുപത്രിയിലുള്ള ഭീകരരെ കാണാൻ പാക് സൈനിക മേധാവിമാർ തന്നെ പോകുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭീകരാക്രമണത്തിൽ ഒന്നും പങ്കില്ല എന്ന് പറയുന്ന അതേ പാകിസ്ഥാൻ തന്നെയാണ് അവിടുത്തെ സൈനിക മേധാവിമാർ ആശുപത്രിയിലെത്തി ഭീകരരെ കാണുന്നത്. എന്തായാലും ഭീകരരെ തുടച്ചു നീക്കണമെന്നുള്ള ആവശ്യം നാളെ ഈ സർവകക്ഷി യോഗത്തിൽ ഒറ്റക്കെട്ടായി രാജ്യം സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവണി, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.